നമസ്കാരം. നാട്ടുവരമ്പിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലെ ജയകുമാർ എന്ന ഒരു പ്രവാസി കർഷകനെയാണ്. മാനസികവും ശാരീരികവുമായ ആയാസത്തിനും ഉല്ലാസത്തിനും റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്ത് ചെയ്യണമെന്നുള്ള നമ്മുടെ വലിയ ഒരു ചോദ്യചിഹ്നത്തിൻ്റെ ഒരു ഉത്തരമാണ് ഇവിടെ നമ്മൾ ചെയ്തു വരുന്ന കൃഷിയും ഉദ്യാനവുമെല്ലാം. ഒരു 8-9 വർഷം മുമ്പ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന കാലത്ത് വിശ്രമ ജീവിതം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത പോയി. ആദ്യം മനസ്സിലെത്തിയത് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാം. അപ്പോൾ അത് മാനസിക ഉല്ലാസത്തിനും പിന്നെ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കൃഷിയിലേക്ക് വരുന്നത്. ആശയം തുടങ്ങിയത് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു തോട്ടം ചെറുതായിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത മാവ്, പ്ലാവ്, അങ്ങനെ ട്രോപ്പിക്കലും എക്സോട്ടിക്കുമായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ്, കുറേ പ്ലാന്റ്സ്, പലതരം പ്ലാന്റ്സുകൾ വാങ്ങിക്കുകയും നടുകയും ചെയ്തു. പരിപൂർണമായിട്ടും അധികം ലേബർ ഓറിയൻറ്റഡായിട്ട് ചെയ്യാതെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കും ഒരു ആയാസം ഉണ്ടാവും, വൃക്ഷങ്ങളുമായിട്ടൊക്കെ ഒരു ഡയറക്റ്റൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മരങ്ങൾക്കും കൊടുത്തു. മുൻപ് ഈ ഭാഗം മുഴുവനും റബ്ബർ തോട്ടമായിരുന്നു. അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് 65 സെൻറ്റ് ഏരിയക്കകത്ത് ഒരു ചെറിയൊരു ഫാം ഹൗസും ബൗണ്ടറി വാൾ ചെയ്തിട്ട് കുറച്ച് പ്രൊട്ടക്റ്റഡായിട്ട് ഏരിയയിലാണ് നമ്മൾ ഈ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസിൻ്റെ പരിപാടി തുടങ്ങിയത്. മാവ്, പലക്കോട്ടുക്കണം, നീലം, അങ്ങനെ തുടങ്ങിയ കുറേ മാവുകൾ, പിന്നെ എല്ലാം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ്, പ്ലാവ്, റംബുട്ടാൻ, അങ്ങനെ ട്രോപ്പിക്കലും ആയിട്ടുള്ള കുറേ ഫ്രൂട്ട് പ്ലാന്റ്സും. 5-6 വർഷം പഴക്കമുള്ള മാവുകളാണ് ഇവിടെ ഉള്ളത്. ഈ നിൽക്കുന്ന നീലം മാങ്ങയാണ്. ഇത് കൂടാതെ, നീലം കൂടാതെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. കോട്ടൂക്കോണം, നാസിക് പസന്ത്, പിന്നെ കായ്ക്കാറായി വരുന്നതേ ഉള്ളൂ മൽഗോവ, അൽഫോൺസ, അങ്ങനെ പറയുക, കലപ്പാടി മാങ്കോ, അങ്ങനെ ചില മാവുകൾ നട്ടിട്ടുണ്ട്. ഇത്തവണ ഏകദേശം ഒരു 20-25 കിലോ വീതം ഓരോ മാവുകളിൽ നിന്നും കിട്ടി. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആയതുകൊണ്ട് എല്ലാ വർഷവും പ്രൂണിങ് നടത്താറുണ്ട്. പ്രൂണിങ് കൂടാതെ വളപ്രയോഗം നല്ല രീതിയിൽ കമ്പോസ്റ്റ് വളങ്ങളും ജൈവവളങ്ങളും കൊടുക്കുന്നു. പിന്നെ ജലസേചനം ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത്തവണ വളരെയധികം ചൂട് ആണ്, പതിവില്ലാത്ത വിധം ചൂടാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. എങ്കിലും ഭാഗ്യവശാൽ നമ്മൾ മാവുകളെയോ പ്ലാവുകളെയോ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഇത് നമ്മൾ കൃത്യമായി കൊടുക്കുന്ന ഇറിഗേഷൻ സമ്പ്രദായം തന്നെയാണ്. മൊത്തത്തിലുള്ള തറയിലും മരങ്ങളുടെ ചുവട്ടിലും വരെ കംപ്ലീറ്റ് മൽച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏർപ്പാടാണ്, പക്ഷേ റിക്കറിങ് എക്സ്പെൻസ് കുറവാണ്. കാട് ഉണ്ടാകുന്നില്ല, കളയുണ്ടാകുന്നില്ല. പാരസൈറ്റുകളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളം എക്സ്ക്ലൂസീവ്ലി മരങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളവും നമ്മൾ സർഫസ് പോണ്ടിങ് കൂടാതെ അത് മഴ കൊണ്ട് കിട്ടുന്ന വെള്ളം മുഴുവനും ഈ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന കാരണം വെള്ളം എല്ലാം പെർക്കുലേറ്റ് ചെയ്ത് താഴോട്ട് പോവുകയും ഗ്രൗണ്ട് ലെവലിൽ അടിയിൽ നിറച്ച് നല്ല ഒരു ജലാംശം നിലനിൽപ്പുണ്ടെന്നുള്ളതാണ്.
നമ്മുടെ ഈ തോട്ടത്തിൽ നാടൻ ഫലവൃക്ഷങ്ങൾക്കൊപ്പം ട്രോപ്പിക്കൽ ഫലവൃക്ഷങ്ങൾക്കൊപ്പം എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇനങ്ങൾ വിവിധതരം നട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട മാംഗോസ്റ്റിൻ, പിന്നെ റംബൂട്ടാൻ, മിൽക്ക് ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട്, അങ്ങനെയുള്ള പലതരം. 5 വർഷത്തിന് പുറത്തായ മാംഗോസ്റ്റിൻ തൈയാണ് ഈ നിൽക്കുന്നത്. മാംഗോസ്റ്റിൻ ഗ്രാഫ്റ്റഡ് അല്ല, എന്നാലും ഇപ്പോൾ കാച്ചു. കഴിഞ്ഞ വർഷം മുതൽ ചെറുതായിട്ട് കായ് കിട്ടി തുടങ്ങി. വളരെ മധുരമുള്ള ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. അത്യാവശ്യം പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ അണ്ണാനും പക്ഷികളൊക്കെ അവന് പഴുത്ത് കഴിഞ്ഞാൽ കശാപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഇത് പഴുക്കാൻ തുടങ്ങും. 3-4 വർഷം പഴക്കമുള്ള റംബൂട്ടാൻ, 2 ഇനം റംബൂട്ടാൻ ഇവിടെ ഉണ്ട്. അതിൽ ഇത് പഴുക്കുമ്പോൾ ചുവന്ന പഴം വരുന്ന റംബൂട്ടാനാണ് ഈ നിറച്ച് കാഴ്ച നിൽക്കുന്നത്. പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, മഞ്ഞ നിറത്തിലുള്ള, പഴുക്കുമ്പോൾ മഞ്ഞ നിറം വരുന്ന റംബൂട്ടാൻ. വളരെ സ്വാദിഷ്ടമായ റംബൂട്ടാനാണത്. ഇത് ഒരുവിധം പഴുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും മുമ്പ് അണ്ണാൻ മുഴുവൻ അടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അത് മേസണറി വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അത് 2 പർപ്പസുകൾ ഉദ്ദേശിച്ചിട്ടാണ്. ഒന്നാമത് മഴവെള്ളം ആയാലും ഏത് വെള്ളം വെള്ളവും മരത്തിന് ചുവട്ടിൽ അതിനെ കൺസർവ് ചെയ്ത് അത് താഴോട്ട് പെർക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. പുറത്തുനിന്നുള്ള കുത്തി ഒലിച്ചു വന്ന് ആ കുഴി മൂടിപ്പോകാതിരിക്കുക. പിന്നെ വളം ചെയ്യാനുള്ള സൗകര്യം. മരത്തിന് ചുറ്റും മിനിമം ഒരു 4 കോർണറിലെങ്കിലും ഒരു PVC പൈപ്പ് 3-4 ഇഞ്ച് ഡയമീറ്ററുള്ള പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ 1.5 അടിയോളം താഴോട്ട് പോകുന്നുണ്ട്. ആ പൈപ്പുകളാണ് ഡ്രിപ്പിൻ്റെ പിന്നെ ലാറ്ററൽ പൈപ്പിൽ നിന്നുള്ള ഡ്രിപ്പർ ഹെഡുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല കൊടും വേനലിലും നമ്മുടെ അനുഭവത്തിൽ കാനപ്പിയെല്ലാം പച്ചപ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് റംബൂട്ടാൻ, ഫ്രൂട്ട് ബഞ്ചസ്, മറ്റ് ചെറിയ കൊമ്പുകളൊക്കെ കട്ട് ചെയ്യാൻ ഇത് കട്ട് ആൻഡ് ഹോൾഡ് ടൈപ്പ് ആയിട്ടുള്ള മെയിൻ ജാപ്പനീസ് ടൂളാണ് കട്ട് ആൻഡ് ഹോൾഡ്. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇത് നന്നായിട്ട് പഴുത്ത് വരും. കഴിഞ്ഞാൽ വലിയ മധുരമില്ലെങ്കിലും ഇത് പച്ചക്കായ എടുത്തു കഴിഞ്ഞാൽ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടെന്നാണ് അറിയപ്പെടുന്നത്. ഫലവൃക്ഷങ്ങൾക്ക് പുറമെ വിവിധതരം പച്ചക്കറികളും ജയകുമാർ കൃഷി ചെയ്യുന്നുണ്ട്. പ്രവാസിയായ ജയകുമാർ ആധുനിക കൃഷി രീതിയിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അദ്ദേഹം ഇവിടെ 4 പോളി ഹൗസിൽ വിവിധതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. കോവിഡിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ കാട്ടാക്കട ഈ തോട്ടത്തിലേക്ക് വരികയും ഇവിടെ ചെറിയ ഫാം ഹൗസ് ഉണ്ടാക്കി ഇവിടെ കൂടി. ആ സമയത്താണ് പച്ചക്കറി കൃഷി ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് ചെറിയ പോളി ഹൗസുകളൊക്കെ ചെയ്ത് ചെറുതായിട്ടുള്ള നമുക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അതെല്ലാം കഴിയുന്നതും മാക്സിമം ഓട്ടോമേറ്റ് ചെയ്യാനും ശ്രമിച്ചു. ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും. പിന്നെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് 4 ചെറിയ പോളി ഹൗസ് എന്ന് പറയാവുന്നറിയില്ല, ചെറിയ പോളി ഹൗസുകൾ വച്ചിട്ടുണ്ട്. അത് വിത്ത് UV പ്രൊട്ടക്ഷനുള്ള റൂഫ് ഷീറ്റിങ്ങും സൈഡ് ഇൻസെക്ട് നെറ്റും വെച്ചിട്ടാണ് പുള്ളി കവേർഡായിട്ട് പ്രൊട്ടക്റ്റഡാണ് ചെയ്തത്. ഈ പ്രൊട്ടക്റ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പോലും പോളി ഹൗസ് കൃഷി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അനുഭവത്തിൽ 3-4 വർഷത്തെ ഈ പരീക്ഷണ അടിസ്ഥാനമാണെന്ന് പറയാം. ഈ ചെയ്തിരിക്കുന്ന മുഴുവൻ പരീക്ഷണങ്ങളാണ്. കാരണം ചെടികൾ ഓപ്പൺ എയറിൽ ആണെന്നല്ലോ ചെടികളെല്ലാം വളരുന്നത്. അപ്പോൾ അവിടെ ഉള്ള കണ്ടീഷൻസിന് അതേപോലെ ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നമ്പർ ഓഫ് എയർ ചേഞ്ചസ് പുറത്ത് കിട്ടും. അപ്പോൾ അത് പോളിനേഷനെ സഹായിക്കും. കൂടാതെ ഫോട്ടോസിന്തസിസിനെ സഹായിക്കാൻ ആവശ്യമായ എയർ ചേഞ്ച്, കാർബൺ ഡയോക്സൈഡ് റിച്ചായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, ഇതൊക്കെ വേണം. അപ്പോൾ വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ കാർബൺ ഫുട് പ്രിൻ്റെന്നോ കാർബൺ ന്യൂട്രൽ എന്നുള്ള വലിയ വാചകങ്ങളൊന്നും പറയാതെ എന്നാൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ പോളി ഹൗസ് ചെയ്ത് അതിനകത്ത്
കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിക്കും ധാരാളം അഡ്വാൻറ്റേജ് കിട്ടും. ഇതൊരു ചെറിയ പോളി ഹൗസാണ്. ആക്ച്വലി പോളി ഹൗസ് കൃഷി ബാലപാഠങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. ഇതൊരു ചെറിയ മിനി പോളി ഹൗസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്തത്. അതായത് ഒരു കുടുംബത്തിന് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറികൾ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രിസിഷൻ ഫാമിംഗ് ബേസിസിൽ ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഈ കാണുന്ന ചെറിയ പോളി ഹൗസിൽ 3 ഐറ്റംസാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോസ്, സലാഡ് കുക്കുംബർ, പയർ. ടൊമാറ്റോ ഇതിപ്പോൾ ഒരു 2 മാസത്തോളമായി. കഠിനമായ ചൂട് ആയിരുന്നല്ലോ നേരത്തെ. ഈ പോളി ഹൗസിലും ആ ചൂടിൻ്റെ ഒരു പ്രശ്നം വരും. വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഹോട്ട് എയറും മോയ്സ്ചറും വെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനുണ്ട്, പിന്നെ ഒരു സർക്കുലേറ്റിംഗ് ഫാനുണ്ട്, പിന്നെ മുകളിലൊരു സ്ക്രീനുണ്ട്, അതിനെ വലിച്ചിടാം. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സൺലൈറ്റിൻ്റെ കാഠിന്യം കുറച്ച് കിട്ടാൻ പറ്റും. ഈ ആധുനിക കൃഷി സമ്പ്രദായത്തോടൊരു താല്പര്യം വരാൻ കാരണം ഒന്നാമത് അമിതമായ കീടനാശിനി പ്രയോഗം വേണ്ടി വരുന്നു. പ്രത്യേകിച്ചും ഓപ്പൺ ഫാമിങ്ങിൽ ധാരാളം പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. സർവ്വവ്യാപിയായി കണ്ടുവരുന്ന കീടങ്ങളുടെയും മറ്റും അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. സൈഡിൽ ഇൻസെക്റ്റ് നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ മഴവെള്ളം വീഴാത്ത രീതിയിൽ 200 മൈക്രോൺ തിക്നെസ്സുള്ള 5 ലെയർ UV ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും, മഴ വരികയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് പ്രകൃതിയിൽ കിട്ടുന്ന പോലെയുള്ള നമ്പർ ഓഫ് എയർ ചേഞ്ചസ് ഉണ്ടാവില്ല. കാരണം വായുസഞ്ചാരം കുറവാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ വെൻറ്റിലേഷൻ ഫാനും എക്സോസ്റ്റ് ഫാനും കൂടാതെ ഈ എയർ സർക്കുലേറ്റിംഗ് ഫാനും ഉപയോഗിക്കുന്നത്. വലിയ ചൂട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇതിനകത്ത് പാഡ് ആൻഡ് കൂളിംഗ് ഫാൻ സിസ്റ്റം വെച്ചിട്ട് തണുപ്പിക്കാനും പറ്റും. സാധാരണ പോളി ഹൗസ് ഫാമിങ്ങിൽ കണ്ടുവരുന്നത് മണ്ണിൽ തന്നെ ഒരു ബെഡ് ഉണ്ടാക്കുകയും മൾച്ചിങ് ഷീറ്റിട്ട് കവർ ചെയ്യുകയും അതിനകത്ത് ചെടി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നാച്ചുറലി മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ സാന്നിധ്യം കൂടുതലുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ടാണ് കുറച്ചുകൂടെ വളരെ ഹൈജീനിക്കായിട്ട് ഈ ഒരു സമ്പ്രദായം ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഗ്രോ ബാഗ്, ഈ എയർ പ്രൂണിംഗ് പോട്ട് എന്ന് പറയുന്ന നൂതനമായ ഒരു സംവിധാനമുണ്ട്. അതാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് മണ്ണില്ല കൃഷി, അതിനകത്ത് അല്പം പോലും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ഈ പോട്ടിംഗ് മിക്സറിൽ. പ്രത്യേകിച്ചും ടൊമാറ്റോ മുമ്പ് മണ്ണിൽ നട്ടിരുന്ന സമയത്ത് ബാക്ടീരിയൽ വിൽറ്റ് എന്ന് പറയുന്ന ദ്രുതവാട്ടം സംഭവിക്കും. ഇപ്പോൾ നമുക്ക് മണ്ണില്ലാതെ ചെയ്തതിന് ശേഷം ദ്രുതവാട്ടത്തിൻ്റെ പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെ ജലസേചനം നിർബന്ധമായിട്ടും വളരെ സൂക്ഷ്മമായി ജലസേചനം കൊടുക്കണം. മണ്ണിൽ നിന്നുള്ള വെള്ളമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ടൈമർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായി ഡെയിലി 2-3 പ്രാവശ്യം ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ആണ് ഇതിന് ജലം കൊടുക്കുന്നത്. അപ്പോൾ അത് സോളാർ പവറായിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം അതിന് വെച്ചിട്ടുണ്ട്. ലൈൻ പവർ ഔട്ടേജ് വന്നു കഴിഞ്ഞാലും പവർ അവൈലബിൾ ആയിരിക്കാനുള്ള സംവിധാനം ഇൻവെർട്ടർ വഴി ചെയ്തിട്ടുണ്ട്. പോളി ഹൗസിലെ ചെടിയിൽ പച്ചക്കറി ചെടികൾ നട്ടിരിക്കുന്ന ഗ്രോ ബാഗ്സ് അല്ലെങ്കിൽ എയർപോർട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്നാണ് പോകുന്നത്. അടിസ്ഥാന വളം ഓൾറെഡി അതിനകത്ത് പോട്ടി മിക്സായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അഡീഷണലായിട്ട് വേണ്ടി വരുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഓരോ ദിവസം ഓരോ ഐറ്റമായിട്ട് ഇവിടെ നിന്ന് വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്ത് പോകുന്നു. അതാണ് ഈ കാണുന്നത്. തിങ്കൾ മുതൽ ശനി വരെയുള്ള 6 ദിവസങ്ങൾ ഓരോ ലിറ്റർ വീതം ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ കൺട്രോൾ വഴി ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് വാൽസ് വഴി അതിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ്. ഡിജിറ്റൽ ടൈമേഴ്സാണിത്. അപ്പോൾ മെയിൻ വാട്ടർ ഫ്ലോ
നമുക്കിപ്പോൾ തൽക്കാലം ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലി 3 പ്രാവശ്യം പോകും. മാനുവലായിട്ട് ഓടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാൽവ് തുറന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. അത് കാണാൻ ഫ്ലോ മീറ്റർ ഉണ്ട് ഇവിടെ. വീട്ടാവശ്യത്തിനുള്ള ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ വിളകൾ ക്വാണ്ടിറ്റി ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ മഞ്ഞളും ഇഞ്ചിയും മഴമറയ്ക്കുള്ളിലാക്കി ചെയ്യുന്നു. കടുത്ത മഴ സമയത്ത് അതിൽ വരുന്ന ചീയലും തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടാൻ അത് നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലുമാണ് കൃഷി ചെയ്യുന്നത്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ ചേഞ്ചസ് ഇതെല്ലാം ഒരു പ്രധാന ഘടകമാണ്. അതിനുള്ള രീതിയിലുള്ള സാങ്കേതികമായ സംവിധാനങ്ങൾ കുറച്ച് അതിനകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ പോളിഹൗസ് കൃഷി നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വിഷമുക്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് കുറേയൊക്കെ സ്വന്തമായി ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അത് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടമായിട്ട് നമ്മളിതിനെ കണക്കാക്കുന്നു. സാമ്പത്തികമായ നേട്ടത്തെക്കാൾ ഉപരി നമ്മുടെയും അടുത്തതും പിന്നെ തുടർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് ഇത് നമ്മൾ ലാഭേച്ഛ കൂടാതെ നടത്തിപ്പോരുന്നത്. ഇത് മറ്റുള്ളവർക്ക് എത്ര കണ്ട് ഉപകാരപ്രദമാവുമെന്ന് എനിക്കറിയില്ല. ജലസേചനവും വളപ്രയോഗവും ഈ കർഷകൻ ആധുനിക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തികച്ചും വേറിട്ടൊരു കൃഷിരീതിയാണ് ജയകുമാറിൻ്റെ കൃഷിയിടത്തെ വ്യത്യസ്തമാക്കുന്നത്. മഴവെള്ളത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അൻപത് സെൻറ്റോളം വരുന്ന ഈ കൃഷിയിടത്തിൻ്റെ സ്ഥലം മുഴുവനും, തറ മുഴുവനും നാച്ചുറൽ ടെറൈൻ്റെ അടിസ്ഥാനത്തിൽ തട്ടുകളായി തിരിക്കുകയും അത് ലെവൽ ചെയ്ത് മൽച്ചിങ് ഷീറ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം പുറമെ ഓരോ മരങ്ങളുടെ ചുവട്ടിലും പോലും മൽച്ചിങ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം കള വരാതിരിക്കുക, കാട് കയറാതിരിക്കുക. പ്രധാന നേട്ടം തറ എപ്പോഴും നീറ്റായി കളയും അതിൽ നിന്ന് വരുന്ന കീടങ്ങളും അതിൽ നിന്ന് വരുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷം ഒക്കെ മാറ്റിയെടുക്കാൻ ഈ മൽച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വാട്ടർ പെർമിയബിലിറ്റി ഉള്ള ഷീറ്റാണ്. അപ്പോൾ വരുന്ന മഴവെള്ളം, വീഴുന്ന വെള്ളം അതിലൂടെ പെർക്കുലേറ്റ് ചെയ്ത് താഴോട്ട് പോകും. അപ്പോൾ ഈ കവർ ചെയ്തിരിക്കുന്നത് കാരണം ആ വെള്ളം ഒന്നും വേപ്പറൈസ് ചെയ്ത് നഷ്ടപ്പെടുന്നില്ല. വെള്ളം താഴോട്ട് പെർക്കുലേറ്റ് പോയിട്ട് ഈ ഭൂമിക്ക് അടിയിൽ മുഴുവനും എപ്പോഴും നനവുണ്ടായിരിക്കും. വേരുകളെല്ലാം നനവ് ഉണ്ട്. കടുത്ത വേനൽ സമയത്തും ഈ ഡ്രിപ്പ് ഇറിഗേഷന് കിട്ടുന്ന വെള്ളവും അല്ലാതെ മഴക്കാലത്ത് അടിയിലൊഴുകി സംഭരിച്ച വെള്ളവും ചേർന്ന് ഒരു തണുത്ത അന്തരീക്ഷം ഇതിൻ്റെ ഭൂഗർഭസ്ഥലത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എക്സ്ട്രാ ഒഴുകി വരുന്ന വെള്ളത്തിനെ ശേഖരിക്കാനായിട്ട് മഴക്കുഴികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. മഴക്കുഴിയിൽ വരുന്ന വെള്ളം അതുവഴിക്ക് വലിഞ്ഞ് അതും താഴോട്ട് പോകുന്നുണ്ട്. ഇത്രയും വലിയ മഴ പെയ്തപ്പോൾ പോലും വെള്ളക്കെട്ടുണ്ടായിട്ട് കണ്ടിട്ടില്ല. ഓരോ മരങ്ങളിൽ നിന്നും വെള്ളം ചുറ്റുമുള്ള ഷീറ്റ് വഴി വെള്ളം താഴോട്ട് പോകുന്നുണ്ട്. മഴക്കുഴി വഴിയും വെള്ളം താഴോട്ട് പോകുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നമ്മൾ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ഒറിജിനലി പ്ലാൻ ചെയ്തിരുന്നത്. എന്നിരുന്നാലും നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു ഇനമാണ് ഇവിടെ കുരുമുളക് കൃഷി. കുരുമുളക് ഇവിടെ നട്ടിട്ടുണ്ട്. 2-3 രീതിയിലാണ് നട്ടിരിക്കുന്നത്. വലിയ തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങിൽ ആദ്യം പറത്തിവിടുന്ന കൺവെൻഷണൽ രീതിയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്.
പിന്നീട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് തൂണുകളുണ്ടാക്കി ആ കോൺക്രീറ്റ് തൂണുകളും ചില PVC പൈപ്പുകളിലും നമ്മൾ കുരുമുളക് വളർത്തി വിടാൻ നോക്കി. അത് വളരെയധികം, പ്രത്യേകിച്ച് കോൺക്രീറ്റിൽ ചെയ്യുന്നത് വളരെയധികം സക്സസ്ഫുൾ. ആദ്യം ഒന്ന് കയറ്റി വിടാനുള്ള ഒരു പ്രയാസം കഴിഞ്ഞാൽ വളരെ നല്ല ഒരു സമ്പ്രദായമാണിത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും വേറെ മരങ്ങളിൽ വളർത്താത്തത് കൊണ്ട് അതിന് കൊടുക്കുന്ന വളം എക്സ്ക്ലൂസീവ്ലി അതിന് മാത്രം കിട്ടുന്നു. എല്ലാ വർഷവും തെങ്ങിനും മറ്റ് ഫലവൃക്ഷങ്ങൾക്കും മഴക്കാലത്തിന് മുമ്പായിട്ട് ആദ്യം അടിവളം ചെയ്യും. പ്രധാനമായിട്ടും കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, വേപ്പം പിണ്ണാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഐറ്റംസാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് നമ്മൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലാ വർഷവും പ്രൂൺ ചെയ്യുന്ന മാവ്, പ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ പ്രൂൺ ചെയ്ത് കിട്ടുന്ന ഇലയിലെ ചില്ലയൊക്കെ മാറ്റിയിട്ട് ഇല മാത്രം കളക്ട് ചെയ്ത് ഈ കമ്പോസ്റ്റ് പിറ്റിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അതിനുശേഷം അതിന് മുകളിൽ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, യൂറിയ, ചാണകം കലക്കിയത് അതിന് മുകളിൽ വിതറിയിട്ട് അതിനെ അടച്ചു വയ്ക്കുന്നു. ഒരു 3 മാസം മുമ്പ് മുമ്പ് കണ്ടതുപോലെ പച്ചിലകളും ചാണകവും കമ്പോസ്റ്റിങ് ഇനോക്കുലവും മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച ഒരു കമ്പോസ്റ്റ് പിറ്റാണിത്. 3 മാസം കഴിഞ്ഞപ്പോഴും ഒരുവിധം നല്ല കമ്പോസ്റ്റായിട്ട് മാറി. ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഇതൊരു റിഫ്രാക്ടറി ലൈനിങ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയുള്ള ഒരു ഇൻസിൻറേറ്ററാണ്. ചെടികൾ, ചില പച്ചക്കറികളിൽ നിന്ന് മാറ്റുന്ന കേടായ ഇലകളൊക്കെ ഇതിനകത്ത് നിക്ഷേപിക്കും. എന്നിട്ട് ഇതിനെ കത്തിച്ച് നന്നായിട്ടത് ബേണായി ചുറ്റും പടരാതെ മുകളിലേക്ക് അങ്ങ് പൊക്കോളും. ഹൈ ടെമ്പറേച്ചർ കത്തുന്നതുകൊണ്ട് വലിയ പൊല്യൂഷനൊന്നും ഉണ്ടാക്കുകയില്ല. പിന്നെ ഇതിൻ്റെ ചാരം നിറഞ്ഞു കഴിഞ്ഞാൽ ചാരം കളക്ട് ചെയ്തിട്ട് അത് വളമായിട്ടും ഉപയോഗിക്കാം. വേറൊരു സോഴ്സായിട്ട് ആഷ് കണ്ടൻറ്റ് ഉള്ള ഈ വളം ഉപയോഗിക്കാം. ഇവിടെയുള്ള ഫലവൃക്ഷങ്ങൾക്കും അതുപോലെ തന്നെ പോളിഹൗസിൽ വളർത്തുന്ന പച്ചക്കറിക്ക് വേണ്ടിയുള്ള ഗ്രോ ബാഗ്സിലും എല്ലാം അടിവളമായിട്ടെല്ലാം ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുക. പ്രധാനമായിട്ടും ചകിരിച്ചോറ് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ്, ഡോളോമൈറ്റ് തുടങ്ങിയ അടിസ്ഥാന വളങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ട്രൈക്കോഡെർമ, സൂഡോമോണസ് തുടങ്ങിയ ജൈവ കൂട്ടുകളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ പച്ചക്കറികൾക്ക് മൈക്രോ ന്യൂട്രിയൻസും കൂടെ കൊടുക്കുന്നുണ്ട്. എസെൻഷ്യലായിട്ടുള്ള ബേസിക് ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കൂടെ കൊടുക്കുന്നുണ്ട്. ജയയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് പുഷ്പങ്ങളും ചെടികളും, ഗാർഡനിങ് പ്രത്യേകിച്ച്. ഇനിയുള്ള കാലം മറ്റെല്ലാ മേഖലകൾ പോലെ കൃഷി ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്നോളജിയുടെ വളർന്നു വരുന്ന അനന്ത സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നതും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഓട്ടോമേറ്റഡായിട്ട് കൃഷി ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ പരീക്ഷണം എത്ര കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നെനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, കൃഷിയിൽ പ്രത്യേകം താല്പര്യമുള്ളവരിൽ നിന്നുണ്ടായാൽ
നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ജീവിത സായാഹ്നത്തിലാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. ചെറുപ്പത്തിലേ തന്നെ മറ്റ് ജോലികളുള്ളവരായാലും ഇല്ലാത്തവരായാലും സമാന്തരമായി ഇത്തരം സംഗതികളിലേക്ക് വരിക. ആധുനിക പരമ്പരാഗത രീതികൾ ഇടകലർത്തിയുള്ള ജയകുമാറിൻ്റെ കൃഷി എല്ലാവർക്കും പിന്തുടരാവുന്നതാണ്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.